കോന്നി വാഹനാപകടത്തിൽ മരിച്ചവർക്ക് കണ്ണീരോടെ വിടചൊല്ലി ജന്മനാട്. 4 പേരുടെയും സംസ്കാര കർമ്മങ്ങൾ പത്തനംതിട്ട പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ നടന്നു. പള്ളി പാരിഷ് ഹാളിൽ നടന്ന പൊതുദർശനത്തിൽ ആയിരക്കണക്കിന് ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. പത്തനംതിട്ട ഇടത്തിട്ട സ്വകാര്യ മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹങ്ങൾ പുലർച്ചെയാണ് കോന്നി മല്ലശ്ശേരിയിലെ വീടുകളിൽ എത്തിച്ചത്. മത്തായി ഈപ്പൻ, ബിജു പി ജോർജ്, അനു, നിഖിൽ എന്നിവരുടെ മൃതദേഹങ്ങൾ വീടുകളിൽ പൊതുദർശനത്തിന് വെച്ചു. വീട്ടിലെ ചടങ്ങുകൾക്കും ശുശ്രൂഷകൾക്കും ശേഷം 4 പേരുടെയും മൃതദേഹങ്ങൾ വിലാപയാത്രയായി പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിൽ എത്തിച്ചു. പ്രിയപ്പെട്ടവരെ ഒരു നോക്ക് കാണാനും അന്തിമോപചാരം അർപ്പിക്കാനും നിരവധി പേരാണ് ഇവിടെ എത്തിയത്. മന്ത്രി വീണ ജോർജ്, KU ജനീഷ് കുമാർ MLA, മുൻ MLA രാജു എബ്രഹാം, വൈദിക ശ്രേഷ്ഠർ തുടങ്ങി നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. പ്രത്യേക പ്രാർത്ഥനകൾക്കും സംസ്കാര ശുശ്രൂഷകൾക്കും ശേഷം പ്രത്യേകം തയ്യാറാക്കിയ 2 കല്ലറയിലായിരുന്നു 4 പേരുടെയും സംസ്കാരം. അനുവിൻ്റെയും നിഖിലിൻ്റെയും മത്തായിയുടെയും മൃതദേഹങ്ങൾ ഒരേ കുടുംബ കല്ലറയിലും ബിജുവിൻ്റെ മൃതദേഹം സമീപത്തെ കുടുംബ കല്ലറയിലുമാണ് സംസ്കരിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെയായിരുന്നു പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ കോന്നി മുറിഞ്ഞകലിലുണ്ടായ വാഹനാപകടത്തിൽ 4 പേരും മരണപ്പെട്ടത്. മധുവിധു കഴിഞ്ഞ് മലേഷ്യയിൽ നിന്നും മടങ്ങിയെത്തിയ നിഖിലിനെയും അനുവിനെയും വിമാനത്താവളത്തിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരും വഴിയായിരുന്നു അപകടം. നവംബർ 30-നായിരുന്നു അനുവിൻ്റെയും നിഖിലിൻ്റെയും വിവാഹം. 4 പേരുടെയും അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിൽ നിന്ന് ഇപ്പോഴും ഈ നാട് മോചിതരായിട്ടില്ല. അമൃത ന്യൂസ്, പത്തനംതിട്ട.